വെൽക്കം ബാക്ക് ടു ടാഗോർ അക്കാഡമി. ടാഗോർ അക്കാഡമിയുടെ പുതിയൊരു യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സൂപ്പർ 15 എന്ന് പറയുന്ന ടോപ്പിക്കാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ 15 50 മോഡൽ ക്വസ്റ്റ്യൻസ് അല്ലേ. 50 മോഡലിലുമായിട്ട് നമ്മൾ ഏകദേശം 100+ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതായിരിക്കും ഈ 50 മോഡലിലൂടെയും. ഓരോ മോഡലും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള മോഡലുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ആഴ്ച എഴുതാൻ പോകുന്ന എക്സാമുകൾക്കെല്ലാം മുന്നോടിയായിട്ട് ഈ ഒരു വീഡിയോസ്, ഈ സീരീസ് വീഡിയോസ് കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗപ്പെടും. ആ ഉറപ്പോടുകൂടി നമ്മൾ സൂപ്പർ 50യുടെ ക്ലാസ് തുടങ്ങുകയാണ്. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലായ ടാഗോർ അക്കാഡമിയിൽ ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ 15 PSC ബേസ്ഡ് സൂപ്പർ 50 എന്ന് പറയുന്ന ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ RRB PSC രണ്ടിനും കൂടി മിക്സഡ് ആയിട്ടാണ് നമ്മൾ ഇതിനകത്തിലെ കണക്കിൻ്റെ അരിത്തമെറ്റിക്കിൻ്റെ ടോപ്പിക്സ് എടുത്തു പോകുന്നത്. RRBയും ബേസ് ചെയ്തും PSCയും ബേസ് ചെയ്താണ് നമ്മൾ രണ്ടും കടന്നു പോകുന്നത്. ഓരോ ക്വസ്റ്റ്യൻസിലും ഓരോ ടോപ്പിക്കിലെയും മാക്സിമം മോഡൽസ് നമ്മൾ മാക്സിമം മോഡലുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അതുകൂടാതെ മോഡലുകൾ ചെയ്ത് തീർന്നതിൻ്റെ ഉടനെ നമ്മൾ എന്ത് ചെയ്യുന്നു, RRBയുടെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ NTPC എക്സാമുകൾക്കുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ RRB, NTPC, ഗ്രൂപ്പ് ഡി, SC എന്നീ എക്സാമുകൾക്കെല്ലാം വേണ്ടിയുള്ള അരിത്തമെറ്റിക്കിൻ്റെയും റീസണിങ്ങിൻ്റെയും ക്ലാസ്സുകളും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോണം. ഓക്കെ, സൂപ്പർ 50യുടെ അടുത്ത മോഡലിലേക്ക് പോവുകയാണ്. ഓക്കെ, ഈ വീഡിയോയിലെ ആദ്യത്തെ മോഡലായ 6ാമത്തെ മോഡൽ, 5 മോഡൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം ഓർത്ത് വെച്ചേക്കുക. അടുത്ത മോഡൽ നോക്കി, ഒരു സമയോദ്രത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം എന്താണ് വികരണം എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇവിടെ സമചതുരമാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, സമചതുരം എന്താണ്? സമചതുരം, ചതുരം, വൃത്തം, ത്രികോണം, ലംബകം, ഇതിൻ്റെ എല്ലാം പാരലോഗ്രാം, ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെയൊക്കെ പ്രോപ്പർട്ടീസ്, ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണ്, ഇതിൽ നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്ത എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്തത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ട് മനസ്സിലാക്കുക. ഇവിടെ സമചതുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയർ അല്ലേ. സ്ക്വയർ എന്താ പ്രത്യേകത? 4 വശമുണ്ടായിരിക്കും. ആ 4 വശവും തുല്യമായിരിക്കും. 4 വശവും തുല്യമായിട്ട് വരുന്ന രൂപത്തെയാണ് നമ്മൾ സമചതുരം എന്ന് വിളിക്കുന്നത്. സമചതുരത്തിൻ്റെ വികരണം എന്താണ്? വികരണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. വികരണം മീൻസ് ഡയഗണൽസ് അല്ലേ. ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഡയഗണൽ. എന്താ ഡയഗണൽ? ഓപ്പോസിറ്റ് വെർട്ടെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂലകളെയാണ്, ഈ ശീർഷകങ്ങളെയാണ് നമ്മൾ വെർട്ടെക്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് മൂലകളെ തമ്മിൽ ചേർത്ത് വരയ്ക്കുന്ന വരകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡയഗണൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഉള്ള ഒരു സമചതുരത്തിൻ്റെ ഒരു വികരണത്തിൻ്റെ നീളം 12 സെൻറ്റിമീറ്റർ ആയാൽ വിസ്തീർണം വികരണം തന്നു കഴിഞ്ഞാൽ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വികരണം തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ വിസ്തീർണം കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു വെച്ചേക്കുക. d²/2. സിമ്പിളാണ്. d²/2. ഇവിടെ വികരണം 12 ആണെന്ന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എഴുതാം 12ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2. 12ൻ്റെ സ്ക്വയർ എത്ര? 144. 144 ഡിവൈഡ് ബൈ 2 ആൻസർ കിട്ടും 72. അപ്പോൾ വികരണം തന്നു കഴിഞ്ഞാൽ, ഡയഗണൽസ് തന്നു കഴിഞ്ഞാൽ ഏരിയ കാണാനുള്ള ഇക്വേഷൻ d²/2 കാണാൻ പഠിച്ചേക്കുക. d²/2 വികരണം തന്നു കഴിഞ്ഞാൽ, സമചതുരത്തിൻ്റെ വികരണം തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ d²/2. സമചതുരത്തിൻ്റെ വികരണം തന്നു കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ d²/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു 2-3 കണക്കൊന്ന് ചെയ്ത് നോക്കിയേ. വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയാൽ, നോക്കിയേ, വികരണത്തിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ ആയാലോ, 10 സെൻറ്റിമീറ്റർ ആയാൽ 10ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2. 10ൻ്റെ സ്ക്വയർ എത്ര? 100 അല്ലേ. 100 ഡിവൈഡ് ബൈ 2 50. ഓക്കെ ആണോ? ഇനി സമചതുരത്തിൻ്റെ വികരണത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ ആയാലോ, 8 സെൻറ്റിമീറ്റർ ആയാൽ 8ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 2. 8ൻ്റെ സ്ക്വയർ എത്ര? 64. 64 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും? 32 കിട്ടും. ഓക്കെ ആണോ? സിമ്പിളാണോ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മോഡലിനോടനുബന്ധിച്ച് കുറച്ച് ഇക്വേഷൻ കൂടി നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇക്വേഷൻസ് നോക്കാം. ദേ ഇവിടെ സ്ക്വയർ ആണ് പറഞ്ഞേക്കുന്നത് അല്ലേ. സ്ക്വയർ പറയുന്നതിന് മുമ്പ് നമുക്ക് ചതുരം എന്ന് പറയാം, ക്വാഡ്രിലാറ്ററൽ പറയാം, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ എന്താണെന്ന് പറയാം. ഓക്കെ, റെക്റ്റാങ്കിൾ എന്തായിരുന്നു? റെക്റ്റാങ്കിൾ ചതുരം, അല്ലെങ്കിൽ മലയാളം പറയുകയാണെങ്കിൽ ചതുരം. എന്തായിരുന്നു ചതുരം? 4 സൈഡ് ഉണ്ടായിരിക്കും അല്ലേ. ഇതേ 4 സൈഡുള്ള രൂപത്തെയാണ് നമ്മൾ ചതുരം എന്ന് പറയുന്നത്. ഇത് നീളവും വീതിയും അല്ലേ. ഈ ചതുരത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു പ്രത്യേകത? ദേ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അങ്ങനെ വരുന്ന രൂപത്തെയാണ് ചതുരം എന്ന് പറയുന്നത്. നമുക്കറിയാം റെക്റ്റാങ്കിൾ എന്ന് പറയുന്ന സാധനം അല്ലേ. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്തുവാ? ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നീളം ഗുണം വീതി അല്ലേ. നീളം ഗുണം വീതി കൊച്ചു ക്ലാസ്സിലേ നമ്മൾ പഠിച്ച നീളം ഗുണം വീതി, അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി എന്ന് പറയും അല്ലേ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് ഏരിയയാണ്, വിസ്തീർണമാണ് കാണാനുള്ള ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, 2 ഇൻറ്റു ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് അല്ലേ. നീളം അധികം വീതി, 2 ഇൻറ്റു നീളം അധികം വീതി. അല്ലെങ്കിൽ ഒന്നും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവ്, ഈ റെക്റ്റാങ്കിളിന് ചുറ്റുമുള്ള അളവ് എന്ന് വെച്ചാൽ ചുറ്റിനും 4 സൈഡല്ലേ ഉള്ളത്. ഈ 4 സൈഡും കൂടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ചുറ്റളവ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? റെക്റ്റാങ്കിളിൻ്റെ കേസ് പറഞ്ഞു. ഇനി സ്ക്വയറിൻ്റെ കേസ് നോക്കിയേ. സ്ക്വയറിൻ്റെ പ്രത്യേകത എന്താ? 4 സൈഡും ഈക്വൽ ആണ്. 4 സൈഡും ഈക്വലായിട്ട് വരുന്ന ചതുര രൂപത്തെയാണ് നമ്മൾ സ്ക്വയർ എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? എ സ്ക്വയർ. അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എ സ്ക്വയർ എന്ന് മാത്രം പറഞ്ഞത് ഇവിടെ നോക്കിയാൽ എല്ലാ സൈഡും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഈ സൈഡും എ ആണ്, ഈ സൈഡും എ ആണ്, ഈ സൈഡും എ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏരിയ എ സ്ക്വയർ, ഒരു സൈഡിൻ്റെ സ്ക്വയർ. ഓക്കെ ആണോ? എ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്തായിരിക്കും നോക്കിയാൽ? ചുറ്റളവ് ചുറ്റിലുമുള്ള അളവ് അല്ലേ. 1a പ്ലസ് 2a പ്ലസ് 3a പ്ലസ് 4a. ചുറ്റളവ് എത്രയായിരിക്കും? 4a ആയിരിക്കും ചുറ്റളവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 4 ഇൻറ്റു വശമായിരിക്കും ചുറ്റളവ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പോൾ ഒരു ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചു. ഇനി ഡയഗണൽ വന്നു കഴിഞ്ഞാൽ, സമയദൂരത്തിനകത്തിലെ ഡയഗണൽ വന്നു കഴിഞ്ഞാലുള്ള ഇക്വേഷൻ ഇപ്പം പഠിച്ചു. d²/2 ഏരിയ കാണാനുള്ള ഇക്വേഷൻ d²/2. ഓക്കെ ആണോ? ചതുരം സ്ക്വയർ പഠിച്ചല്ലോ, ചതുരം സ്ക്വയർ. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു രൂപമാണ് ഏത്? ട്രയാങ്കിൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രൂപം ട്രയാങ്കിൾ അല്ലേ. കുറേ ടൈപ്സ് ട്രയാങ്കിൾ ഉണ്ട്. അതിനകത്ത് ഒരു ട്രയാങ്കിൾ, സാധാരണ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്ന് പഠിച്ചു വെച്ചു. ഹാഫ് ബി എച്ച്. ഇതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷനാണ് ഹാഫ് ബി എച്ച്. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷനോ എ പ്ലസ് ബി പ്ലസ് സി. എന്താ എയും ബിയും സിയും? ഇതിൻ്റെ സൈഡുകൾ തമ്മിലങ്ങ് കൂട്ടുക. ഇതാണ് ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ. സൈഡുകൾ തമ്മിലങ്ങ് കൂട്ടുക. ഓക്കെ ആണല്ലോ. ചതുരത്തിൻ്റെ പഠിച്ചു അല്ലേ. ഇനി ഒരു വൃത്തത്തിൻ്റെയും കൂടെ നമുക്ക് പഠിച്ചിട്ട് മുന്നോട്ട് പോകാം. വൃത്തം അല്ലെങ്കിൽ സർക്കിൾ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ. ഏരിയ കാണാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ. ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ 2πr. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത മോഡലിലേക്ക് പോകാം. ഇതേ നോക്കിയേ, മോഡൽ 7. എന്താ മോഡൽ 7 പറഞ്ഞേക്കുന്നത്? ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് മാന്ദ്യം സംഭവിച്ചപ്പോൾ 10% കുറച്ചു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാകും? എന്താ പറഞ്ഞത്? ഒരാളുടെ വരുമാനം 10% വർദ്ധിപ്പിച്ചു. സ്ഥാപനത്തിന് മാന്ദ്യം വന്നപ്പോൾ 10% കുറച്ചു എങ്കിൽ അയാളുടെ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ശതമാനം എന്ന ടോപ്പിക്കിലേക്ക് പോവുക. ടോപ്പിക്കിനകത്ത് ശതമാനത്തിൻ്റെ ഒരുപാട് കണക്കുകൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അല്ലേ. നല്ല രീതിയിൽ എല്ലാ കണക്കുകളും നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു കണക്കിനകത്തിൽ ഇതേ നോക്കി, ഇങ്ങനൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സംഖ്യ x% വർദ്ധിപ്പിക്കുകയും തുടർന്ന് x% കുറയ്ക്കുകയും ചെയ്താൽ സംഖ്യയിൽ എന്തു മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞേ. സംഖ്യയിൽ എന്ത് മാറ്റം ഉണ്ടാകും? ഇവിടെ നോക്കിയേ, 10% ആദ്യം കൂട്ടി. അതേ സംഖ്യ തന്നെയാണ്, 10% തന്നെയാണ് കുറച്ചത്. നോക്കിയാൽ കൂട്ടിയ ശതമാനവും കുറച്ച ശതമാനവും ഈക്വൽ ആണെങ്കിൽ, 10% കൂട്ടി പിന്നീട് 10% കുറച്ചു. അങ്ങനെ കൂട്ടിയതും കുറച്ചതുമായ ശതമാനങ്ങൾ തുല്യമാണെങ്കിൽ ഇവിടുത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് a² 100 ആയിരിക്കും.
എന്താണ് എക്സ് സ്ക്വയർ ബൈ 100 ആയിരിക്കും. ഇവിടെ എക്സ് ആണ് പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് സോറി, നമുക്ക് ഇങ്ങനെ പറയാം എക്സ് സ്ക്വയർ ബൈ 100 ശതമാനം, എക്സ് സ്ക്വയർ ബൈ 100% കുറവുണ്ടാകും. അത് ചേർത്ത് പഠിച്ചോണം. കുറവായിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. എക്സ് ശതമാനം വർദ്ധിപ്പിക്കുകയും പിന്നീട് എക്സ് ശതമാനം കുറയ്ക്കുകയും ചെയ്താൽ അവിടെ എക്സ് സ്ക്വയർ ബൈ 100 കുറവുണ്ടാകും. ചേർത്ത് പഠിച്ചോണം, എക്സ് സ്ക്വയർ ബൈ 100 കുറവുണ്ടാകും. കാരണം നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഈ കുറവ് കാണത്തില്ല, ശതമാനത്തിൻ്റെ മാറ്റമുണ്ടാകും എന്നായിരിക്കും ക്വസ്റ്റ്യൻ. മാറ്റമുണ്ടാകും, എന്നിട്ട് നമ്മുടെ ഓപ്ഷനകത്ത് വർദ്ധിക്കും കുറയും എന്നിങ്ങനെ തരും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് പഠിച്ചോണം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരേ ശതമാനം തന്നെ വർദ്ധിപ്പിക്കുകയും ഒരേ ശതമാനം തന്നെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വരുമാനത്തിൽ എക്സ് സ്ക്വയർ ബൈ 100% കുറവുണ്ടായിരിക്കും. എക്സ് സ്ക്വയർ ബൈ 100% കുറവുണ്ടായിരിക്കും. ഇവിടെ നോക്കി, ഇവിടെ 10 ആണ് അല്ലേ, എക്സിന് പകരം എത്ര കൊടുത്തേക്കുന്നത്? എക്സിന് പകരം 10 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഇക്വേഷനകത്തോട്ട് വാല്യൂ ഇട്ട് നോക്കിയാലോ, എക്സ് സ്ക്വയർ ബൈ 100 അല്ലേ, എക്സ് സ്ക്വയർ ബൈ 100, അതായത് 10ൻ്റെ സ്ക്വയർ ബൈ 100. 10ൻ്റെ സ്ക്വയർ എത്ര? 100 തന്നെയാണ്. 100 ഡിവൈഡ് ബൈ 100 എത്ര കിട്ടും നമുക്ക്? 1. 1% കുറവുണ്ടാകും. അങ്ങനെ പഠിച്ചോണം, 1% എന്തുണ്ടാവും? കുറവുണ്ടാകും. 1% കുറവുണ്ടാകും. ക്ലിയർ ആണോ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യനും ഇക്വേഷനും ക്ലിയർ ആയോ? ഓക്കെ, ഒരേ ശതമാനം തന്നെ കൂട്ടുകയും ഒരേ ശതമാനം തന്നെ കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അതിൽ എക്സ് സ്ക്വയർ ബൈ 100 മാറ്റമുണ്ടാകും. എക്സ് സ്ക്വയർ ബൈ 100 മാറ്റമുണ്ടാകും. ഓക്കെ, എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയാൽ എങ്ങനെയാണെങ്കിൽ, ഒരു സംഖ്യ 20% ആദ്യം വർദ്ധിപ്പിച്ചു. 20% ആദ്യം വർദ്ധിപ്പിച്ചു, അതിനുശേഷം 20% കുറയ്ക്കുന്നു. 20% ആദ്യം വർദ്ധിപ്പിച്ചു, അതിനുശേഷം 20% കുറയ്ക്കുന്നു എങ്കിൽ സംഖ്യയിൽ എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസമുണ്ടാകും? കേട്ടോ, ക്വസ്റ്റ്യൻ വന്നേക്കുന്നുണ്ടാവും എത്ര ശതമാനത്തിൻ്റെ വ്യത്യാസം ഉണ്ടാകും എന്നാണ്. ഇതിനകത്ത് ഓപ്ഷനിൽ ചിലപ്പം കൂടുതൽ കുറവ് എന്നായിരിക്കും 4 ഓപ്ഷൻ വരുന്നത്. ഓക്കെ, ഒരേ സംഖ്യ തന്നെ ആദ്യം വർദ്ധിപ്പിച്ചു അല്ലേ, പിന്നീട് അതേ സംഖ്യ തന്നെ കുറച്ചു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? ഈ 20ൻ്റെ സ്ക്വയർ ബൈ 100 അല്ലേ, 20ൻ്റെ സ്ക്വയർ എത്ര? 20 × 20 ഡിവൈഡ് ബൈ 100. 0 ക്യാൻസൽ ചെയ്തു. ബാക്കി എത്ര കിട്ടും നമുക്ക്? 4 എന്ന് കിട്ടും അല്ലേ. 2ൻ്റെ സ്ക്വയർ എത്ര? 4 എന്ന് കിട്ടും. ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്? സിമ്പിൾ അല്ലേ? ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിയേ. ബസ് ടിക്കറ്റ് നിരക്ക് 30% വർദ്ധിപ്പിച്ചപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ 30% കുറവുണ്ടായെങ്കിൽ വരുമാനത്തിൽ എത്ര ശതമാനത്തിൻ്റെ കുറവുണ്ടാവും? ഓക്കെ, ബസ് ടിക്കറ്റ് നിരക്ക് 30% കൂട്ടി, അപ്പോൾ യാത്രക്കാരുടെ എണ്ണം 30% കുറഞ്ഞു. നോക്കിയേ, 30% വർദ്ധിച്ചപ്പോൾ 30%ൻ്റെ കുറവുണ്ടായി അല്ലേ. 1% കൂടിയപ്പോൾ അതേ ശതമാനം തന്നെ എന്ത് ചെയ്തു? കുറവുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? 30ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 100 അല്ലേ. 30ൻ്റെ സ്ക്വയർ ഡിവൈഡ് ബൈ 100, 900 ഡിവൈഡ് ബൈ 100. ആൻസർ എത്ര കിട്ടും നമുക്ക്? 9 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോഴേ മോഡൽ 7 നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ മോഡൽ 7 ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ നോക്കിക്കോ. ഒരു സംഖ്യയുടെ ശതമാനം കുറയുകയും, ഇതുവരെ നമ്മൾ പഠിച്ച എന്താ? സംഖ്യ ശതമാനം കുറയുകയും അതേ ശതമാനം തന്നെ നമ്മളിപ്പം ഇതുവരെ പഠിച്ച എന്താ? ഒരു സംഖ്യയുടെ എക്സ് ശതമാനം വർദ്ധിക്കുകയും പിന്നീട് എക്സ് ശതമാനം തന്നെ കുറയുകയും ചെയ്യുന്ന കണക്കാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അടുത്ത് നോക്കിയേ, ഒരു സംഖ്യയുടെ ശതമാനം കൂടുകയും തുടർന്ന് ബി ശതമാനം കുറയുകയും ചെയ്താൽ ആദ്യ സംഖ്യയിൽ എന്ത് മാറ്റമുണ്ടാകും? എന്താ പറഞ്ഞാൽ? ആദ്യം ശതമാനം കൂടി, പിന്നീട് എന്ത് ചെയ്തു? ബി ശതമാനം കുറഞ്ഞു. ശതമാനം കൂടിയിട്ട് എന്ത് ചെയ്തു? ബി ശതമാനം കുറഞ്ഞു എങ്കിൽ നമ്മുടെ സംഖ്യയിൽ എന്ത് മാറ്റമുണ്ടാകും? ഇവിടെ നോക്കി, ശതമാനം കൂടിയപ്പോൾ ബി ശതമാനം എന്ത് ചെയ്തു? കുറഞ്ഞു. ശതമാനം കൂടിയപ്പോൾ ബി ശതമാനം കുറഞ്ഞു എങ്കിൽ ആദ്യ സംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് -b മൈനസ് AB ബൈ 100% മാറ്റമുണ്ടാവും. 100% മാറ്റമുണ്ടാവും. 100% എന്തുണ്ടാവും? മാറ്റമുണ്ടാവും. ഇക്വേഷൻ പഠിച്ചേക്കുക. ഒരു സംഖ്യയുടെ ശതമാനം കൂടുകയും പിന്നീട് ബി ശതമാനം കുറയുകയും ചെയ്തു. കൂടി പിന്നീട് ബി കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ A-B മൈനസ് AB ബൈ 100 കുറവുണ്ടാകും. ഇവിടെ നോക്കിയേ, ബിക്കെല്ലാം ഈ ഇക്വേഷനകത്ത് ബിയുടെ എല്ലാം മുന്നിലുള്ള ബിക്ക് മുന്നിലുള്ള സൈൻ ഏതാണെന്ന് നോക്കിയത് കണ്ടോ? ഇവിടെ മൈനസ്, അതേപോലെ ഇവിടെയും മൈനസ് വന്നു കണ്ടോ? അതിനർത്ഥം ബി കുറയുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം.
മനസ്സിലായോ? അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എയുടെ ചിഹ്നം എന്താ? എയുടെ ചിഹ്നം ഇവിടെ പ്ലസ്സാ അല്ലേ? പക്ഷേ ഇവിടെ എയുടെ മുമ്പിൽ മൈനസാ. കാരണം മൈനസ് പ്ലസ് എ ഇൻറ്റു മൈനസ് ബി ഗുണിച്ചു എന്ത് കിട്ടും നമുക്ക്? മൈനസ് എ ബി എന്ന് കിട്ടും. മൈനസ് എ ബി എന്നേ കിട്ടത്തുള്ളൂ. പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് ആയി പോകും. മൈനസ് എ ബി, അതുകൊണ്ടാണ് അവിടെ മൈനസ് കിടക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കേണ്ടത്. ഇത് പഠിച്ചോ. ഒരു സംഖ്യയുടെ ശതമാനം കൂടുകയും ബി ശതമാനം കുറഞ്ഞു. ബി കുറഞ്ഞുകൊണ്ട് നമ്മൾ ബിയുടെ അവിടെ എല്ലാം മൈനസ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ എ മൈനസ് ബി മൈനസ് എ ബി ബൈ 100. ഇനി ഒരു ഇക്വേഷനും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതേ നോക്കിയേ. ഒരു സംഖ്യയുടെ എ ശതമാനം കൂടുകയും തുടർന്ന് ബി ശതമാനം വീണ്ടും കൂടുകയും ചെയ്താൽ സംഖ്യയിൽ ഉണ്ടാകുന്ന മാറ്റം എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100 ശതമാനം മാറ്റമുണ്ടാകും. ഇവിടെ പ്രത്യേകത ഉണ്ടോ? എയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബിയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എയുടെ സൈനും ബിയുടെ സൈനും പ്ലസ് ആണ്. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചേക്കുക. എ പ്ലസ് ബി പ്ലസ് എ ബി ബൈ 100. എയും ബിയും കൂടിയാൽ എ കൂടുകയും ബി കുറയുകയും ചെയ്താൽ എ മൈനസ് ബി മൈനസ് എ ബി ബൈ 100. ഓക്കെ, എക്സ് ശതമാനം കൂടുകയും തുടർന്ന് എക്സ് ശതമാനം തന്നെ കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 100 കുറവുണ്ടാവും. ഓക്കെ ആണോ? ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഈ ഒരു മോഡലിൽ നിന്ന് ഇത്രയും നമ്മൾ പഠിച്ചല്ലോ. ഇനിയും നിങ്ങൾ ആ ശതമാനം എന്ന ടോപ്പിക്ക് കാണാമെന്നുണ്ടെങ്കിൽ ഇനിയും അതിനകത്ത് ഇതുപോലുള്ള ഒരുപാട് കണക്ക് കിടപ്പുണ്ട്. അതുമായിട്ട് ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മോഡൽ 8 ശരാശരി എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് നമുക്ക് കിടക്കാം. ക്വസ്റ്റ്യൻ നോക്കിയാൽ ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി. രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. ആദ്യത്തെ ആ പോയിന്റ് ശ്രദ്ധിക്കുക. 40 എണ്ണൽ സംഖ്യ രണ്ട് കാര്യം ശ്രദ്ധിച്ചു. ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയും കൂടെ ശ്രദ്ധിച്ചോണം. അങ്ങനാണെങ്കിൽ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ശരാശരിയാണ് ചോദിക്കുന്നതെങ്കിൽ ഇവിടെ 40 എണ്ണൽ സംഖ്യയുടെ ശരാശരിയല്ലേ ചോദിച്ചേക്കുന്നത്? 40 എണ്ണൽ സംഖ്യയുടെ ശരാശരിയല്ലേ ചോദിച്ചേക്കുന്നത്? ആ 40ൻ്റെ പകുതി അങ്ങ് എടുക്കുക. 40ൻ്റെ പകുതി എത്ര? 20. 40ൻ്റെ പകുതി 20. അതിൻ്റെ കൂടെ 0.5 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ 20 പ്ലസ് 0.5 നമുക്ക് എത്ര കിട്ടും? 20.5 എന്ന് കിട്ടും. 20.5 അതാണ് 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി. ഓക്കെ ആണോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 40 നമ്പേഴ്സാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. അന്നേരം എന്ത് ചെയ്യണം? 40ൻ്റെ നേരെ പകുതി എടുക്കുക 20, അതിൻ്റെ കൂടെ 0.5 കൂട്ടുക. പകുതി എടുക്കുക 0.5 കൂട്ടുക. ക്ലിയർ ആണോ? ദേ ഇവിടെ പകുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പകുതി എന്ന് ഉദ്ദേശിക്കുന്ന 0.5നെയാണ് അല്ലേ? പകുതി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 0.5 കൂട്ടണം. അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിച്ചേക്കുക. പകുതി എടുക്കുകയാണെങ്കിൽ 0.5 കൂട്ടണം, പകുതി എടുക്കുകയാണെങ്കിൽ 0.5 കൊടുക്കണം. ഓക്കെ ആണേ? 0.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ 1ൻ്റെ പകുതിയാണ് അല്ലേ? അപ്പം പകുതി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ 0.5 കൂട്ടണം. ഓക്കെ, എപ്പോഴാണ് പകുതി എടുക്കേണ്ടി വരുന്നത്? ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ പകുതി എടുക്കണം, 0.5 കൂട്ടണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ നോക്കിയേ. ആദ്യത്തെ 70 എണ്ണൽ സംഖ്യയാണ്. ആദ്യത്തെ 70 എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യത്തെ 70 എണ്ണൽ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ 70ൻ്റെ പകുതി എടുക്കുക, 35. അതിൻ്റെ കൂടെ പകുതി എടുത്തു കഴിഞ്ഞാൽ 0.5 കൂട്ടണം. ഓക്കെ, 0.5 ആൻസർ എത്ര കിട്ടും? 35.5 എന്ന് കിട്ടും. 35.5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇനി ആദ്യത്തെ 50 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ 50ൻ്റെ പകുതി എടുക്കുക. 50ൻ്റെ പകുതി 25. പകുതി എടുത്തു കഴിഞ്ഞാൽ 0.5 കൂട്ടണം. 0.5. ഓക്കെ ആണോ? 0.5 എത്ര കിട്ടും? 25.5 എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചല്ലോ. ഓക്കെ, ഇതിനെ നമുക്കൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് സംഖ്യയുടെ പകുതി പ്ലസ് 0.5. ഓക്കെ ആണല്ലോ?
ക്ലിയർ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദേ അങ്ങനാണെങ്കിൽ മോഡൽ 9 നോക്കിയേ. ആദ്യത്തെ 30 ഇരട്ട സംഖ്യകളുടെ ശരാശരിയാണ് ചോദിച്ചിരിക്കുന്നത്. 30 ഇരട്ട സംഖ്യകളുടെ ശരാശരി ചോദിച്ചു. ആദ്യത്തെ എന്തായിരുന്നു ചോദിച്ചിരുന്നത്? കഴിഞ്ഞ മോഡൽ ആദ്യത്തെ എണ്ണൽ സംഖ്യകളാണ് ചോദിച്ചെങ്കിൽ ഇവിടെ ഇരട്ട സംഖ്യകൾ. ആദ്യത്തെ 2 പോയിന്റ് പഠിക്കുക. ആദ്യത്തെ ഇരട്ട സംഖ്യകൾ. ആദ്യത്തെ ഇരട്ട സംഖ്യകൾ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 30 ഇരട്ട സംഖ്യകളുടെ എണ്ണമല്ലേ കാണേണ്ടത്, 30 ഇരട്ട സംഖ്യകളുടെ ശരാശരിയല്ലേ കാണേണ്ടത്. ആ 30 ഞാൻ അങ്ങ് എഴുതി, 30 എഴുതി, അതിൻ്റെ കൂടെ ഒന്നങ്ങ് കൂട്ടും. 1 കൂട്ടി 31. സിമ്പിൾ. 31. ഓക്കെ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ കണ്ടോ, സംഖ്യ അത് തന്നെ ഞാൻ എടുത്തു. എടുത്തുകൊണ്ട് ഞാൻ 1 കൂട്ടി. കഴിഞ്ഞതിനകത്ത് സംഖ്യയുടെ പകുതി എടുത്തുകൊണ്ട് 1ൻ്റെയും പകുതി എടുത്തു, 0.5 കൂട്ടി. കണ്ടോ വ്യത്യാസം കണ്ടോ? എണ്ണൽ സംഖ്യകൾ ചെയ്തപ്പോൾ 40 എണ്ണൽ സംഖ്യകൾ ചെയ്തപ്പോൾ 40ൻ്റെ പകുതി എടുത്തു അല്ലേ, 20. അതിൻ്റെ കൂടെ കൂട്ടിയത് എന്തുവാ? 0.5 അതിൻ്റെ കൂടെ കൂട്ടിയത് അല്ലേ, അതിൻ്റെ കൂടെ കൂട്ടിയത് 0.5. ഇവിടെ നോക്കിയേ, 30 ഇരട്ട സംഖ്യകൾ എടുത്തപ്പോൾ അതേ സംഖ്യ തന്നെ എടുത്തു. ഇവിടെ കൂട്ടിയേക്കുന്നതോ +1 ആണ്. കണ്ടോ, 0.5 അല്ല കൂട്ടിയേക്കുന്ന +1. കണ്ടോ, +1. അവിടെ നമ്മൾ രണ്ടിടത്തും പകുതി എടുത്തെങ്കിൽ ഇവിടെ സംഖ്യ +1. മറന്നുപോലെ എണ്ണൽ സംഖ്യകൾക്കകത്തിൽ പകുതി എടുക്കുക, 0.5 കൂട്ടുക. ഇനി ഇരട്ട സംഖ്യകളാണ് എടുക്കുന്നതെങ്കിൽ സംഖ്യ എടുക്കുക, 1 കൂട്ടുക. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതേ നോക്കി, 75 ഇരട്ട സംഖ്യകളുടെ തുക എത്ര? 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര? 75 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ത് ചെയ്താൽ മതി? 75 + 1 അല്ലേ, 76. അടുത്ത് നോക്കിയേ, 40 ഇരട്ട സംഖ്യകളുടെ തുക. 40 ഇരട്ട സംഖ്യകളുടെ തുക എന്ത് ചെയ്താൽ മതി? 40 + 1 41. സിമ്പിളാണല്ലോ. അപ്പോൾ എണ്ണൽ സംഖ്യകൾ ചോദിച്ചാൽ പകുതി +0.5. ഇരട്ട സംഖ്യകൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സംഖ്യ +1. ഇനി അടുത്തത് എന്തായിരിക്കും അന്നേരം ചോദിക്കുന്നത്? എണ്ണൽ സംഖ്യകൾ വന്നു, ഇരട്ട സംഖ്യകൾ വന്നു, അടുത്ത് എന്തായിരിക്കും? ഒറ്റ സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്. ആദ്യത്തെ 75 ഓഡ് നമ്പേഴ്സിൻ്റെ ശരാശരി. ആദ്യത്തെ 2 പോയിന്റ് പിടിച്ചു വയ്ക്കുക. ആദ്യത്തെ ഒറ്റ സംഖ്യയുടെ ശരാശരി, ആദ്യത്തെ 75 ഒറ്റ സംഖ്യയുടെ ശരാശരി. സിമ്പിൾ. ആ നമ്പർ തന്നെ അങ്ങ് എഴുതി വെക്കുക, 75. ആൻസർ കിട്ടി. മനസ്സിലായോ? സംഖ്യ ഏതാണോ ആ സംഖ്യ തന്നെ, അതാണ് ആൻസർ. ക്ലിയർ ആണല്ലോ. ആദ്യത്തെ 75 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 75. ആദ്യത്തെ 40 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40. ആദ്യത്തെ 30 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 30. ആദ്യത്തെ 50 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50. ക്ലിയർ ആണോ? ആദ്യത്തെ 50 ഒറ്റ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ 50. ആദ്യത്തെ 100 ഒറ്റ സംഖ്യയുടെ ശരാശരി ചോദിച്ചു കഴിഞ്ഞാൽ 100. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ ദേ ആദ്യത്തെ എണ്ണൽ സംഖ്യയുടെ ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? സംഖ്യയുടെ പകുതി +0.5. ഓക്കെ, 0.5. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെയാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ, ഇരട്ട സംഖ്യകളാണ് ചോദിച്ചെങ്കിൽ സംഖ്യ +1. ഇനി n ഒറ്റ സംഖ്യ, ആദ്യത്തെ, അതെല്ലായിടവും വേണം കേട്ടോ. ആദ്യത്തെ n ഒറ്റ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതേ സംഖ്യ തന്നെ എഴുതുക. ഓക്കെ ആണല്ലോ. 3 മനസ്സിലായല്ലോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അവസാന മോഡലിനകത്ത് നമ്മൾ പറഞ്ഞതിനകത്ത് ഒന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്താ ആവറേജ് അല്ലെങ്കിൽ ശരാശരി കാണാനുള്ള ഇക്വേഷൻ? ശരാശരി കാണാനുള്ള ഇക്വേഷൻ ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ ആണ് അല്ലേ. ശരാശരി കാണാനുള്ള ഇക്വേഷൻ അല്ലേ. ആദ്യത്തെ ശരാശരി നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. എണ്ണൽ സംഖ്യകളുടെ ശരാശരി, ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ ശരാശരി കാണണമെങ്കിൽ, ശരാശരി കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക ആദ്യം കാണണം അല്ലേ. n എണ്ണൽ സംഖ്യകളുടെ തുക ഡിവൈഡ് ബൈ n ചെയ്യണം. ഓക്കെ, n ആണല്ലോ. n എണ്ണൽ സംഖ്യകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഉദാഹരണം പറയുമെങ്കിൽ 40 എണ്ണൽ സംഖ്യകളാണെങ്കിൽ ആദ്യത്തെ 40 എണ്ണൽ സംഖ്യയുടെ തുക കാണണം. അതേ ഡിവൈഡ് ബൈ 40 ചെയ്യണം അല്ലേ. എന്ന് വെച്ചാൽ n എണ്ണൽ സംഖ്യകളാണെങ്കിൽ n എണ്ണൽ സംഖ്യയുടെ തുക കാണണം, ഡിവൈഡ് ബൈ നമ്പർ എത്ര സംഖ്യകളുണ്ടെന്ന് ഡിവൈഡ് ചെയ്യണം അല്ലേ. n ഡിവൈഡ് ചെയ്യണം. അതാണല്ലോ നമ്മുടെ ആവറേജിൻ്റെ ഇക്വേഷൻ. ടോട്ടൽ ഡിവൈഡ് ബൈ നമ്പർ, അതാണല്ലോ ആവറേജിൻ്റെ ഇക്വേഷൻ. ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്.
ഇവിടെ നോക്കിയേ, ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്തോ? ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇതാണ് ആദ്യത്തെ n എണ്ണൽ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ. അതേ ഡിവൈഡഡ് ബൈ, അപ്പം തുക കിട്ടി, അതേ ഡിവൈഡ് ബൈ നമ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി കിട്ടും. ഓക്കെ ആണോ? ഈ ഇക്വേഷൻ എങ്ങനെ വന്നെന്ന് മാത്രം ജസ്റ്റ് പറഞ്ഞു പോവുകയാണെങ്കിൽ ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും അല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതേ നോക്കിയേ, എന്നും കൂടെ ക്യാൻസലായി പോയി. ബാക്കി അവശേഷിക്കുന്നത് എന്താ? n പ്ലസ് വൺ ഡിവൈഡ് ബൈ 2 ആണ് അവശേഷിക്കുന്നത് അല്ലേ? n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ് അവശേഷിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കിയേ, n എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണൽ സംഖ്യയുടെ നമ്പർ അല്ലേ? ആദ്യത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? 40 എണ്ണൽ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചിരുന്നത്. 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി, അതായത് എന്നിൻ്റെ അവിടെ നമ്മൾ 40 കൊടുക്കുന്നു. 40 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 41 ഡിവൈഡ് ബൈ 2 എത്ര കിട്ടും നമുക്ക്? 20.5. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. 40 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ നോക്കിയേ, n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ആണ് അല്ലേ? n എന്ന് വെച്ചാൽ 40ൻ്റെ പകുതിയും കൂട്ടാം അല്ല, 40 ഡിവൈഡ് ബൈ 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 2 ഇങ്ങനെയും ഇതിനെ എഴുതാമല്ലോ. 40ൻ്റെ പകുതി എത്ര? നമ്മൾ 20 പ്ലസ് 1/2 എന്ന് വെച്ച് കഴിഞ്ഞാലോ 0.5. ഇതാണ് നമ്മളിപ്പോൾ അവിടെ പഠിച്ചത് കാര്യം അല്ലേ? സംഖ്യയുടെ പകുതി എടുക്കുക പ്ലസ് 0.5. എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ? എങ്ങനെയാണ് ഈ ഇക്വേഷൻ വന്നതെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നും കൂടെ നമ്മൾ റിവേഴ്സ് പോകുന്നു. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. 40 എണ്ണൽ സംഖ്യയുടെ ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യയുടെ പകുതിയുടെ കൂടെ 0.5 കൂട്ടാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഈ 40ൻ്റെ കൂടെ ഒന്നങ്ങ് കൂട്ടുക. 40ൻ്റെ കൂടെ 1 കൂട്ടി ഡിവൈഡഡ് ബൈ 2 അത് ചെയ്താലും മതി. 40ൻ്റെ കൂടെ 1 കൂട്ടുന്നു, ഡിവൈഡ് ബൈ 2. ഇങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ കണക്ക് ചെയ്യാം. 40ൻ്റെ കൂടെ 1 കൂട്ടുന്നു, ഡിവൈഡ് ബൈ 2. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ കാര്യം വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇരട്ട സംഖ്യയുടെ കേസ് പറഞ്ഞു അല്ലേ? n ഇരട്ട സംഖ്യകൾ നോക്കാം. n ഇരട്ട സംഖ്യയുടെ ശരാശരി കാണണമെങ്കിൽ n ഇരട്ട സംഖ്യയുടെ തുക കാണണം അല്ലേ? n ഇരട്ട സംഖ്യയുടെ തുക കാണണം, ഡിവൈഡ് ബൈ n കൊടുക്കണം അല്ലേ? ഇവിടെ നോക്കിയേ, n ഇരട്ട സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n ഇരട്ട സംഖ്യയുടെ തുകയാണ് കാണേണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു n ഇൻറ്റു n പ്ലസ് 1. അത് എളുപ്പത്തിൽ എങ്ങനെ ആ ഇക്വേഷൻ പഠിക്കാമെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് പോയി ആ വീഡിയോ കാണാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. ഇങ്ങോട്ട് നോക്കിയേ, n ഡിവൈഡ് ബൈ n ചെയ്യണം അല്ലേ? ഡിവൈഡ് ബൈ n കൂടെ ക്യാൻസൽ ചെയ്തു. എന്തായി നമ്മുടെ ഇക്വേഷൻ? n പ്ലസ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഖ്യ പ്ലസ് 1. ഓക്കെ ആണോ? ഇനി നോക്കിയേ, n ഒറ്റ സംഖ്യകളാണെങ്കിലോ? n ഒറ്റ സംഖ്യകളുടെ തുക ഡിവൈഡ് ബൈ n ചെയ്യണം അല്ലേ? n ഒറ്റ സംഖ്യയുടെ തുക എത്ര? n സ്ക്വയർ ഡിവൈഡ് ബൈ n ചെയ്യണം. n ഈ സ്ക്വയറും കൂടെ വെട്ടിപ്പോയി ബാക്കി എന്താ അവശേഷിക്കും? n മാത്രം അവശേഷിക്കും. അതായത് സംഖ്യ മാത്രം അവശേഷിക്കും. മനസ്സിലായോ? 3 ഇക്വേഷൻ, ശരാശരിയുടെ 3 ഇക്വേഷൻസ് എവിടെ നിന്ന് വന്നെന്ന് മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.